പണി ഉണ്ടായിരുന്നു വെച്ചേ, കാപ്പിക്കുരു പറിക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് വിറക് വെക്കാൻ പോയതാന്നേ. വിറകുണ്ടോ കത്തിക്കാൻ? പറമ്പ് മുഴുവൻ നടന്ന് പെറുക്കിക്കൊണ്ട് വന്ന് എന്റെ അമ്മ ഒന്നും പറയണ്ട. അത് കഴിഞ്ഞ് കുടുംബശ്രീക്ക് പോയിട്ടോ വരുന്നത്. മനു എന്തിയെ കണ്ടില്ലല്ലോ? അവന് സോഷ്യലിന് മാർക്ക് കുറഞ്ഞല്ലേ? അവന്റെ കൂട്ടുകാരൊക്കെ ഇന്നലെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിട്ട് അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു. 2 ദിവസം നേരം വണ്ണം വല്ലതും കഴിച്ചിട്ട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? ഇന്നലെ ഒന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വരില്ല. ഈ ചെക്കൻ ഇത് എവിടെ പോയതാ? മനു മനു എടാ, എന്താ എന്താണ്? നീ ഒന്ന് എഴുന്നേറ്റേ. എന്താ പറ്റിയേ? സോറി അമ്മ. ഇതെന്തിനാ? ഞാൻ മുറിക്കാൻ നോക്കി. എന്റെ തമ്പുരാനെ, നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? സോറി അമ്മ. നീ ഒന്ന് അമ്മേനെ ഓർത്തോ? നീ അമ്മേനെയും ചാച്ചനെ ഓർത്തോ? നീ അമ്മേനെ അച്ഛനെ ഓർത്തോ? നീ എനിക്കിങ്ങനെ എന്റെ മനു, എനിക്ക് വയ്യ. ഞങ്ങൾ ജീവിക്കുന്ന നിനക്ക് വേണ്ടി തന്നെയാ. നിനക്ക് അറിയില്ലേ? എന്റെ തമ്പുരാനെ, ഞാനിത് ആരോടാ പറയാ? നിനക്ക് ആ ഒരു നിമിഷം അമ്മേനെ ഓർത്തായിരുന്നെങ്കിൽ നിനക്ക് ഒരു നിമിഷം അമ്മേനെ ഓർക്കത്തില്ലായിരുന്നു മോനെ. പറ, നീ അമ്മയോട് പറ. നിനക്ക് എന്താ പറ്റിയേ? പറയടാ. കൂട്ടുകാരെല്ലാരും എന്നെ കളിയാക്കി. ഞാൻ ഇനി തൊട്ട് സ്കൂളിൽ പോകുന്നില്ല അമ്മ. കൂട്ടുകാരി കളിയൊക്കെ ഇതാണ് നീ കണ്ടുപിടിച്ചേ? എന്നിട്ടോ നീ ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചോടാ? എനിക്കറിയില്ല. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങണേന്ന് എനിക്കറിയില്ല. നിനക്ക് എങ്ങനെ തോന്നിയത് എങ്ങനെ ചെയ്യാൻ? ഞങ്ങള് രണ്ട് ജീവിക്കുന്നതിന് നിനക്ക് വേണ്ടിട്ടല്ലടാ. എനിക്ക് അമ്മേനെ മുഖം കണ്ടത് മുറിക്കാൻ തോന്നിയില്ലമ്മ. കൂട്ടുകാര് കളിയാക്കിയപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയുള്ളമ്മ. എന്റെ മനസ്സിൽ തോന്നി നീ വെറും പൊട്ടലാണ്, അതെനിക്കൊന്നും പറ്റുകയാണ്. അപ്പഴാ അങ്ങനെ ചെയ്തു പോയതാമ്മ. ആരെങ്കിലൊക്കെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞുന്ന് വെച്ച് സ്വന്തം ജീവിതത്തിന് അങ്ങ് നശിപ്പിച്ച് കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണോ? മക്കൾ ഓരോന്ന് ചെയ്തു വെക്കും. അപ്പനും അമ്മയും കരയാൻ, ജീവിതകാലം മുഴുവൻ കരയാൻ മക്കൾക്ക് വേണ്ടിയിട്ട്. സോറി അമ്മ, ഞാൻ കാരണം ഇനി അമ്മേനെ കരച്ചില് കാണാൻ എനിക്ക് വയ്യ. എടാ, നിനക്ക് എന്താ പറ്റിയേ? അനുമായിട്ട് നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ. നിനക്ക് ഏതാ പാട്? നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനൂസ് ഓൺ യൂട്യൂബ് ചാനൽ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ടോപ്പിക്ക് വെച്ചൊരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹേർട്ട് ആവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട പാരൻസിൻ്റെ അടുത്ത് അതൊന്ന് ഷെയർ ചെയ്യുക. ഒന്നും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട പാരൻസിന് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവില്ലേ, ആ ടീച്ചറോട് തുറന്നു പറയാം. അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഈ ലോകത്തിൽ സൊല്യൂഷൻ കണ്ടെത്താത്ത ഒരു പ്രോബ്ലംസും ഇല്ല.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാ പ്രോബ്ലംസിനും അവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ആരുടെങ്കിലും അടുത്ത് നിങ്ങൾ ആ ഒരു ഇഷ്യൂ ഒന്ന്, നിങ്ങൾക്ക് എന്താണ് ഹേർട്ടായത് ഒന്ന് ഷെയർ ചെയ്യേ. ദർ ഈസ് എ സൊല്യൂഷൻ. അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പം മറന്നു പോകാതിരിക്കുക. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും ഇത് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജനനം മുതൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ വളർച്ചയും ഒക്കെ കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് കണ്ണുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരിക്കലും ആ കണ്ണുകൾ നിങ്ങളെ ഓർത്ത് കരയാനായിട്ട് ഇടവരരുത്. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. വീണ്ടും പുതിയൊരു കണ്ടന്റുമായി നെക്സ്റ്റ് വീഡിയോയിലൂടെ ഞാൻ വീണ്ടും വരും. ബൈ.